ശ്രീജിത്ത് സാർ നമസ്കാരം. ഡൽഹിയിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിലെ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്നുള്ള കാര്യത്തിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു. ഓരോ ആളുകളുടെയും പേര് പറഞ്ഞിരുന്നു. അതായത് സുഷമ സ്വരാജിന്റെ മകളുടെ പേര് കേട്ടിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേഷ് വർമ്മ എന്ന് പറയുന്ന ആ കരുത്തനായ നേതാവിന്റെ പേര് കേട്ടിരുന്നു. പക്ഷേ ഒടുവിൽ RSSന്റെ അടക്കം താല്പര്യത്തിൽ തീരുമാനത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി തന്നെ അവിടെ വരുന്നു. അങ്ങനെ ഈ വനിതാ മുഖ്യമന്ത്രിയെ കൊണ്ടുവരുന്ന സമയത്ത് എല്ലാവരും അത്ഭുതപ്പെട്ടത് ആ സമയത്താണ് ആ പേര് തന്നെ വെളിച്ചത്തിൽ വന്നത്, അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് വന്നത് എന്നുള്ളതാണ്. BJP ഇവിടെ വീണ്ടും, അതായത് സുഷമ സ്വരാജിന് ശേഷം വീണ്ടും ഒരു വനിതാ മുഖ്യമന്ത്രിയെ ഡൽഹിയിൽ പ്രതിഷ്ഠിക്കുമ്പോൾ ഒരുപാട് പദ്ധതികൾ, ഒരുപാട് വികസന സ്വപ്നങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട്, ഇതൊക്കെ ചുമതലപ്പെടുത്തിക്കൊണ്ട് തന്നെയാവില്ലേ ഈ ഒരു വനിതാ മുഖ്യമന്ത്രിയെ BJP അവിടെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി പോകുന്നത്? തീർച്ചയായിട്ടും പാർത്ഥൻ, നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പക്ഷേ ഏതൊരു ഇന്ത്യൻ സ്റ്റേറ്റിനെ താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ സമീപകാലം എന്ന് പറയുമ്പോൾ ഒരു 30 വർഷ കാലയളവ്, ആ 30 വർഷ കാലയളവ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഡൽഹി. 15 വർഷം ഷീലാ ദീക്ഷിത് ഭരിച്ചു. അതിന് തൊട്ട് മുമ്പ് സുഷമ സ്വരാജ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് കുറച്ച് സമയത്തേക്കാണെങ്കിലും ആതിഷി മർലേന അവിടെ വരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ കാണുന്നത് ഈ അരവിന്ദ് കെജ്രിവാൾ മാത്രമാണ്. അതല്ലാതെ ദീർഘകാലം അവിടെ ഭരിച്ചിരുന്നത് സ്ത്രീകളാണ്. അപ്പോൾ അങ്ങനെ വളരെ സ്ത്രീകളോട്, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഭരണത്തിനോട് താല്പര്യമുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഡൽഹി എന്ന് നിസ്സംശയം പറയാം. അതല്ലായിരുന്നുവെങ്കിൽ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വളരെ വലിയ സ്വാധീന ശക്തിയോടുകൂടി ഷീലാ ദീക്ഷിത് അവിടെ തുടർച്ചയായിട്ട് 3 ടൈം ഭരിക്കുമായിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുത. അപ്പോൾ സ്ത്രീകൾ അവിടെ മുഖ്യമന്ത്രിമാരാവുക എന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഡൽഹി കുറച്ചുകൂടി അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ഉണ്ട്. പിന്നെ 2, BJPയുടെ ഒരു ട്രെൻഡ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ മധ്യപ്രദേശിൽ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും കണ്ടതാണ്. ആരാകും പുതിയ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകാരല്ല ആയിട്ടുള്ളത്, മറ്റുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു പുതിയൊരു അണ്ടർഡോഗിനെ കണ്ടെത്തുക, അയാളെ വളർത്തുക, അയാളെ ഈ അധികാര സ്ഥാനത്തിലേക്ക് കൊണ്ടുവരിക എന്ന രീതി BJP കഴിഞ്ഞ കുറേ കാലമായിട്ട് പല ഇന്ത്യൻ സ്റ്റേറ്റുകളിലും വളരെ വിജയകരമായിട്ട് തന്നെ അവരതിനെ പ്രാവർത്തികമാക്കി നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകാരൊക്കെ തന്നെ ഒരുപക്ഷെ പർവേഷ് വർമ്മയെ പോലുള്ള ഒരാളൊക്കെ തന്നെ സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ്, അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നവർ എങ്കിൽ അത് പൂർണ്ണമായി മാറിയിട്ടാണ് നമ്മളിപ്പോൾ രേഖ ഗുപ്തയെ പോലെയുള്ള ഒരാൾ അവിടെ വരുന്നത് കാണുന്നത്. അപ്പോൾ അവർക്ക് രാഷ്ട്രീയം അന്യമല്ല. കാരണം അവർ പഠിക്കുന്ന സമയത്ത് തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും മറ്റും പഠിക്കുന്ന സമയത്ത് തന്നെ സ്റ്റുഡൻസ് യൂണിയൻ്റെ പ്രസിഡൻ്റൊക്കെ ആയി പ്രവർത്തിച്ചിരുന്നയാളാണ്. RSSന് വലിയ താല്പര്യമുള്ളയാളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ആതിഷി മർലേനയാണ് ഔട്ട് ഗോയിങ് ചീഫ് മിനിസ്റ്റർ. അപ്പോൾ അതൊരു സ്ത്രീയാണ്. അപ്പോൾ സ്ത്രീകളോടുള്ള ഒരു താല്പര്യം, പിന്നെ ഡൽഹിക്ക് മൊത്തത്തിലുള്ള ഒരു താല്പര്യമൊക്കെ വെച്ചിട്ട് സ്ത്രീകളെ ഓറിയൻറ്റഡ് ആയിട്ട് ഒരുപക്ഷെ BJP ഇത്തവണ ഇലക്ഷൻ്റെ ക്യാമ്പയിൻ നയിച്ചത് കൊണ്ട് അതിൻ്റെ ഒരു റിവാർഡ് എന്ന രീതിയിൽ ഒരുപക്ഷെ ഒരു സ്ത്രീ തന്നെ മുഖ്യമന്ത്രി ആകട്ടെ എന്നുകൂടി ഒരു തീരുമാനം ഉണ്ടായിരിക്കാം. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ നോക്കുമ്പോൾ ഡൽഹിയുടെ ഇലക്ടറേറ്റിൻ്റെ 45% സ്ത്രീകളാണ്. അത് വളരെ വലിയൊരു പെർസെൻറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ BJP ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് കൂടുതൽ വിമൻ ഓറിയൻറ്റഡ് പ്രോഗ്രാമുകളാണ് അവരവരുടെ മാനിഫെസ്റ്റോയിലാണെങ്കിലും അവരുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ രംഗത്തും അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ പ്രചാരത്തിൽ വന്നിരിക്കുന്നത് പാവപ്പെട്ട വീടുകളിലെ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ നൽകും എന്നുള്ളതാണ്. അപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ആയിരുന്നുവെങ്കിൽ അത് 2100 ആയിരുന്നു. അതവർ കൃത്യമായിട്ട് കൊടുക്കുന്നുമുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ആൾക്കാർ അതിനോടൊരു ട്രസ്റ്റ് കാണിക്കേണ്ടതാണ്, സ്ത്രീകൾ ഉൾപ്പെടെ. പണം തന്നുകൊണ്ടിരിക്കുന്ന ഒരാളിനെ വിശ്വസിക്കുക. പക്ഷേ BJP ആണ് വരുന്നത്. BJP അവരുടെ ഫ്രീ വി പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടവരുടെ കാഴ്ചപ്പാട് മാറ്റുന്നു. 2500 രൂപ വെച്ച് കൊടുക്കാമെന്ന് പറയുമ്പോൾ ഈ ക്യാമ്പയിനെ കൂടുതൽ വിശ്വസിച്ച് ഗ്രൂപ്പായിട്ട് BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവുക ആരാണ്? നിർബന്ധമായിട്ടും നിശ്ചയമായിട്ടും സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ സ്ത്രീകളാണ് ഈ 2500 രൂപ നൽകാമെന്നുള്ള ഒരു പോളിസിയെ വിജയിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ സ്ത്രീകൾ ഇത്തവണ വളരെ കാര്യമായിട്ട് കൈയയച്ച് BJPയെ സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതിൻ്റെ ഒരു റിവാർഡ് എന്നോണമാണ് മാർച്ച് 8-ാം തീയതി അന്താരാഷ്ട്ര വനിതാ ദിനം വരുന്ന സമയത്ത് തന്നെ ഈ 2500 രൂപയുടെ ആദ്യ ഗഡു പോകും എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രഖ്യാപനവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് എങ്കിലും സ്ത്രീകൾ നിശ്ചയമായിട്ടും സ്ത്രീകൾക്ക് കിട്ടുന്ന ഗുണം എന്തൊക്കെയാണ് ഇവരുടെ ഈ വാഗ്ദാനങ്ങൾ എന്ന് കൂടുതലായിട്ട് പരിശോധിക്കുമല്ലോ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഉപരിതലത്തിൽ നമ്മൾ കാണുന്ന 2500 രൂപ പ്രതിമാസം എന്നത് കൂടാതെ സ്ത്രീകൾക്ക് താല്പര്യമുള്ള മറ്റ് വിഷയങ്ങളിലും BJP കുറേയധികം ഇലക്ടറൽ പ്രോമിസസ് നടത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ അവർക്ക് 21,000 രൂപ ഗ്രാൻഡായിട്ട് അനുവദിക്കുന്നു.
ഒപ്പം നമുക്കറിയാം ഈ പോഷക വസ്തുക്കളൊക്കെ തന്നെ എത്രത്തോളം ഗർഭാവസ്ഥയിൽ ആവശ്യമുണ്ട് എന്നുള്ളത് അറിയാം. 6 ന്യൂട്രീഷണൽ കിറ്റുകൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് കൊടുക്കും എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രഖ്യാപനം ഇവിടെയുണ്ട്. പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, എത്ര സ്ത്രീ പുരുഷ സമത്വവും പറഞ്ഞാലും, വീടുകളിൽ ഭക്ഷണം തയ്യാറാക്കുന്നത് മെജോറിറ്റി ഇന്നും ഇന്ത്യയിൽ സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം കുക്കിംഗ് ഗ്യാസുമായി ബന്ധപ്പെട്ട ഹൈക്കൊക്കെ വരുന്ന സമയത്ത് 2 തരത്തിലാണ് ബുദ്ധിമുട്ടുണ്ടാവുക. പണം മുടക്കുന്നത് കൂടുതലും പുരുഷന്മാരാണ്, വീടുകളിലെ പുരുഷന്മാരാണ് എങ്കിൽ അവർക്ക് അതൊരു ഇരുട്ടടി എന്ന രീതിയിലത്തേക്ക് അവർ കാണുകയും, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പരിമിതമായി ആ കുക്കിംഗ് ഭംഗിയായിട്ട് നടത്തുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചാലഞ്ച് ഉണ്ട്. പക്ഷേ ഇത്തവണ നമ്മൾ നോക്കൂ, 500 രൂപ ഗ്യാസിൻ്റെ സബ്സിഡി അവർക്ക് നൽകുമെന്ന രീതിയിലത്തേക്ക് വരുന്നു. ഹോളി, ദീപാവലി പോലെ ഡൽഹി ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഉത്സവ അവസരങ്ങളിൽ അവർക്കൊരു അഡീഷണൽ സിലിണ്ടർ ഫ്രീ ആയിട്ട് കിട്ടും എന്ന രീതിയിലത്തേക്കുള്ള ചില പ്രഖ്യാപനങ്ങൾ. പിങ്ക് ടോയ്ലറ്റുകൾ ഡൽഹിയിലെ പല പ്രദേശങ്ങളിലായിട്ട് ഏതാണ്ട് 250-ലധികം പിങ്ക് ടോയ്ലറ്റുകൾ കൊണ്ടുവരിക. യാത്രാവേളകളിലും മറ്റും സ്ത്രീകൾക്ക് അവരുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതറിയാം. തന്നെയുമല്ല, അങ്ങനെയുള്ള പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് അതിൽ ഒരു കോംപ്ലക്സ് പോലെ അതിനെ നിർമ്മിക്കുക, അതിൽ തന്നെ സാനിറ്ററി നാപ്കിൻ വെൻഡിങ് മെഷീൻസ് ഉണ്ടാവുക, പിന്നെ മുലയൂട്ടുന്ന അമ്മമാർക്കാണെങ്കിൽ അതിന് വേണ്ടുന്ന സൗകര്യമൊരുക്കുക തുടങ്ങി കുറേയധികം കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഇതൊക്കെ നിശ്ചയമായിട്ടും സ്ത്രീകൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു വിമൻ ഓൺലി പോലീസ് ബറ്റാലിയൻ അവിടെ നടപ്പാക്കും എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രഖ്യാപനമുണ്ട്. അപ്പോൾ പോലീസിനെ കൂടുതൽ സ്ത്രീ സൗഹൃദമാക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. ഇതെല്ലാം തന്നെ ഇവരുടെ ഇത്തവണത്തെ ക്യാമ്പയിനിലുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അവിടെയുള്ള ആകെ പുരുഷന്മാരെയും സ്ത്രീകളെയും നോക്കിക്കഴിഞ്ഞാൽ ഇത്തവണ ഇലക്ട്രൽ ടേൺ ഔട്ട് എത്രയാണെന്ന് നോക്കുക. അവിടെയുള്ള ആകെ പുരുഷന്മാരുടെ 60.21% പുരുഷന്മാർ ഇത്തവണ വോട്ട് ചെയ്യാൻ വന്നുവെങ്കിൽ ആകെ സ്ത്രീകളുടെ 60.92% സ്ത്രീകൾ വന്നു. എന്ന് വെച്ചാൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വോട്ടിങ്ങിൽ തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ, ഇത്ര വലിയൊരു മജോറിറ്റി അവിടെ BJPക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ വിമൻ ഓറിയൻറ്റഡ് അവരുടെ വെൽഫെയർ സ്കീമുകൾ എന്ന് പറയുന്നത് സ്ത്രീകളിൽ അത്രത്തോളം ആഴത്തിലുള്ള ഒരു വേരോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് അതിനെ കൊണ്ടുപോകാൻ, ഭരണസാരഥ്യം വഹിക്കാനായിട്ട് ഒരു പുരുഷനേക്കാൾ നല്ലത് ഒരു സ്ത്രീയാണ് എന്നവർ തീരുമാനിക്കുകയും ആ സ്ത്രീക്ക് RSSൻ്റെ ഉൾപ്പെടെയുള്ള ബാക്കിംഗ് ഇവിടെ കിട്ടുകയും ചെയ്താൽ ഒരുപക്ഷെ സ്ത്രീകൾ കൂടുതൽ ഹാപ്പിയാകും. പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖ്യമന്ത്രിമാരാകട്ടെ എന്ന് താല്പര്യമുള്ള ഒരു സ്റ്റേറ്റിൽ പുതുതായിട്ട് ഈ വിമൻ ഓറിയൻറ്റഡ് പോളിസീസ് ഒക്കെ നടപ്പാക്കുന്നത് ഒരു സ്ത്രീയാണ് എങ്കിൽ ഒരു പക്ഷേ അത് ഡൽഹി ഒരു ഫ്രണ്ട് റണ്ണറാകും. മറ്റുള്ള പല സംസ്ഥാനങ്ങളിലും സമാനമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ള ഇന്ത്യ മുന്നണിയിലുള്ള മറ്റ് കക്ഷികൾ ഉൾപ്പെടെ ശ്രമിക്കുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു വളരെ നല്ല രീതിയിലത്തേക്കുള്ള ഒരു ഐഡിയയാണ് ആ ഒരു ആശയം. അപ്പോൾ അങ്ങനെ കൂടുതൽ വെൽഫെയർ ഓറിയൻറ്റഡ് പൊളിറ്റിക്സുമായിട്ടൊക്കെ മുന്നോട്ട് പോകാനായിട്ട് BJPക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാനൊക്കെ ഇനിയും പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പല പരീക്ഷണങ്ങളും നടത്താൻ BJPക്ക് ഊർജ്ജം നൽകുന്ന രീതിയിലത്തേക്കുള്ള ഒരു തീരുമാനമായിരിക്കും ഇത് എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും വിമൻ ഓറിയൻറ്റഡ് പൊളിറ്റിക്സ് ആണ് BJP മുന്നോട്ട് വെച്ചത്. ആ വിമൻ ഓറിയൻറ്റഡ് പൊളിറ്റിക്സിന് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് വലിയ സ്വീകാര്യത കിട്ടിയപ്പോൾ ദാ പിടിച്ചോ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു മുഖ്യമന്ത്രി എന്ന നയമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള പോളിസി എന്ന് മാത്രമേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും എന്തായാലും BJP മുന്നോട്ട് വെച്ച തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കും എന്ന ഉറപ്പ്, ആദ്യമേ അതിനൊരു ഉദാഹരണം എന്നോളം ഈ യമുന നദി ക്ലീൻ ചെയ്യും എന്നുള്ള ആ ഒരു പ്രോസസ്സിംഗ് ഇവർ അധികാരം ഏറ്റെടുക്കും മുമ്പ് തന്നെ ഡൽഹിയിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും BJP എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഡൽഹിയെ ഏത് രീതിയിലാണ് വികസനത്തിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ വരും ദിവസങ്ങളിൽ, വരും നാളുകളിൽ നമുക്ക് കണ്ടറിയാം. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.